വിശുദ്ധ റബീഉൽ അവ്വലിലേക്ക് നമ്മൾ അടുക്കുകയാണ്. സഫർ മാസമാണ്. അപ്പൊ നബി തങ്ങളുടെ മാസം അടുക്കുമ്പോഴേക്ക് നമ്മളും റസൂലുള്ളയിലേക്ക് അടുക്കണം. നബി തങ്ങളുടെയൊക്കെ അടുക്കാൻ ഏറ്റവും വലിയ മാർഗം റസൂലുള്ളാഹിന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലലാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ അക്സർക്കും അലയ്യ സ്വലാ, നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നവൻ ആരാണോ അവനാണ് എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തത്. അതുകൊണ്ട് തന്നെ മഹത്തുക്കളൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാര് ഈ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചത് കാണാം. പ്പെട്ട ഒരു മഹാനാണ് ബറക്കാത്ത് ബിൻ അഹമ്മദ് അൽ അർബുസി എന്നുണ്ട്. ഹിജറ 9-ാം നൂറ്റാണ്ടിൽ ജനിച്ച മൂപ്പര് ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്, വസീറത്തുൽ മുതവസ്സിലീന അലാ സ്വലാത്തി സയ്യിദിൽ മുർസലീൻ. ധാരാളം സംഭവങ്ങൾ ആ കിതാബിലുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ്, ഒരിക്കൽ നബി തങ്ങള് സ്വഹാബത്തിന് ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് ഒട്ടകപ്പുറത്ത് അങ്ങനെ കയറി വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ സദസ്സിലിരുന്ന് റസൂലുള്ളാഹി പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കെ ഒരു വിളിയാളം കേട്ടു. ഇന്നാലിന്റെ നിറത്തിലുള്ള, ഇന്നാലിന്റെ പ്രായമുള്ള ഒരു ഒട്ടകം കളവ് പോയിട്ടുണ്ട്, ആരെങ്കിലും അത് കാണുന്നെങ്കിൽ ഉടമസ്ഥനെ ഏൽപ്പിക്കണമെന്നൊരു വിളിയാളം അങ്ങനെ സ്വഹാബത്തും കേട്ടു, റസൂലിനും കേട്ടു. റസൂലുള്ളാഹിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സ്വഹാബികളൊക്കെ പുറത്തേക്ക് പോകുന്ന സമയം കൂട്ടത്തിലുണ്ടായിരുന്ന അലിയാര് തങ്ങൾ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, അലിയെ, നേരത്തെ മോഷണം പോയി എന്ന് വിളിച്ചു പറയപ്പെട്ട ഒട്ടകം നമ്മുടെ സദസ്സിലേക്ക് കടന്നു വന്ന യുവാവ് വന്ന ഒട്ടകമാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തെയും കൂട്ടി നമ്മുടെ പള്ളിയിലേക്ക് വരണം. അലിയാര് തങ്ങള് തൊണ്ടു മുതലായ ഒട്ടകത്തെയും ഈ യുവാവിനെയും കൂട്ടി മദീനത്തെ പള്ളിയിലേക്ക് വരിക. ഇവിടെയുള്ള സ്വഹാബികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. മോഷ്ടിക്കപ്പെട്ട മുതലും മോഷണം നടത്തിയ ആളെയും കൊണ്ടുവരുന്ന ആ ഒരു ആവേശത്തില് സ്വഹാബികളൊക്കെ കൂടി നിൽക്കുമ്പോ ഈ യുവാവിന്റെ മനസ്സിൽ ഈ സ്വഹാബികൾക്ക് മുന്നിലൊക്കെ മാനം കെട്ട നിലയിൽ ആകെ വിഷണ്ണനായിക്കൊണ്ട് അദ്ദേഹം മദീനത്തെ പള്ളിയിലെ നിലത്ത് മണൽത്തരിയിൽ ഇങ്ങനെ ചൂണ്ടുവിരൽ കൊണ്ട് രസിയിട്ട് എന്തോ മന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിടുകയാണ്. ആ സമയത്താണ് ആ ഒട്ടകം സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ, ഓ മുർസലീങ്ങളുടെ നേതാവായ നബിയെ, അങ്ങേക്ക് സലാം. സ്വലാത്തു വസ്സലാമു അലൈക യാ ബദ്റത് തമാം, പൂർണ്ണ ചന്ദ്രനെ പോൽ ശോഭിക്കുന്ന നബിയെ, അങ്ങേക്ക് സലാം. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ അറബി വൽ അജം, അറബികളുടെയും അനറബികളുടെയും നേതാവായ നബിയെ, അങ്ങേക്ക് സലാം എന്ന് പറഞ്ഞിട്ട് ഒട്ടകം ഇങ്ങനെ സംസാരിക്കുകയാണ്. സ്വഹാബികളൊക്കെ ആകാംക്ഷ ഭരിതരായി ഒട്ടകത്തെയും നോക്കുന്നു, നിവേദങ്ങളെയും നോക്കുന്നു, ഈ പ്രതിയെയും നോക്കുന്നു. ഉടനെ തന്നെ ഒട്ടകം അവിടുന്ന് സംസാരിച്ചു കൊണ്ട് പറഞ്ഞു, ഈ വന്ന യുവാവ് എന്നെ മോഷ്ടിച്ചതല്ല, മറിച്ച് മോഷ്ടിച്ച ആളിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയതാണ്. അവിടെ വെച്ചുകൊണ്ട് ഈ സ്വഹാബിയുടെ നിരപരാധിത്വം തെളിഞ്ഞു. യുവാവിന്റെ കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ സന്തോഷമായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യുവാവിനോട് ചോദിച്ചു, അല്ല, നിങ്ങളോട് ചോദ്യം ചെയ്ത സമയത്ത് നിങ്ങൾ ഈ പള്ളിയുടെ മണൽത്തരികളിൽ ഉരസിക്കൊണ്ട് എന്തോ മന്ത്രങ്ങൾ ഉരുവിടുന്നത് കണ്ടല്ലോ, എന്താണത്? ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ആളുകൾക്കിടയിലൊക്കെ മാനം കെട്ട അവസ്ഥയിൽ എനിക്കാരും തുണയില്ലാത്ത നേരത്ത് ഞാൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നൊരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, അല്ലാഹുവേ, ഹബീബായ തങ്ങളുടെ പേരിൽ ഈ സ്വലാത്ത് ചൊല്ലിയതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കണേ എന്ന് ദുആ ചെയ്തെന്റെ ചുണ്ട് ഓടിയപ്പോഴേക്ക് ഈ ഒട്ടകം സംസാരിക്കുകയായിരുന്നു. അതിന്റെ വിധങ്ങൾ പറഞ്ഞു, അതാണ് ഞാൻ ഈ മദീന പള്ളി നിറയെ മലായിക്കത്തുകൾ നിങ്ങളുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ആ വചനങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി മത്സരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നിബിധങ്ങളും പറയുന്നു. നോക്കൂ, നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തപ്പോഴേക്ക് അത്രയും ആളുകൾക്കിടയിൽ നിന്ന്, മാനക്കേടിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുക. ഇതാണ് സ്വലാത്തിന്റെ ഗുണം. നമ്മളൊക്കെ കൂടുതൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലി നിബിധങ്ങളിലേക്ക് അടുക്കുന്നവരായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.